പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. അലാസ്ക ഉച്ചകോടിയിൽ ധാരണയായില്ലെന്ന് ട്രംപും പുടിനും. പുരോഗതി അവകാശപ്പെട്ട് ട്രംപ്. ലോകത്തെ സുരക്ഷിത നഗരങ്ങളിൽ മുന്നിൽ ഗൾഫ് രാജ്യങ്ങൾ. ആദ്യ 10-ൽ 7 ഗൾഫിൽ നിന്ന്. കാൽഗറിയിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ വംശജൻ മരിച്ചു. 37-കാരൻ ഗുർദീപ് സിംഗ് മുണ്ടിയാണ് മരിച്ചത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം ഖാലിസ്ഥാൻ തീവ്രവാദികൾ തടസ്സപ്പെടുത്തി. കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം 60-ആയി. 100-ലേറെ പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. നോക്കാം വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അഭിമാന നേട്ടം. അന്താരാഷ്ട്ര ഓൺലൈൻ ഡാറ്റാബേസായ നോംബിയോ പുറത്തുവിട്ട 2025-ലെ റിപ്പോർട്ട് പ്രകാരം ആദ്യ 10 സ്ഥാനങ്ങളിൽ 7 ഗൾഫ് നഗരങ്ങളാണ്. തുടർച്ചയായി 9-ാം വർഷവും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി അബുദാബി 1-ാം സ്ഥാനം നിലനിർത്തി. മികച്ച ക്രമസമാധാന നിലയും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ UAE നഗരങ്ങളായ അജ്മാൻ 2-ാം സ്ഥാനത്തും ദുബായ് 4-ാം സ്ഥാനത്തും ഷാർജ 5-ാം സ്ഥാനത്തും ഇടം പിടിച്ചു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ 3-ാം സ്ഥാനത്തും ബഹ്റൈനിലെ മനാമ 6-ാം സ്ഥാനത്തും ഒമാനിലെ മസ്കറ്റ് 7-ാം സ്ഥാനത്തുമെത്തി. ഈ നേട്ടം ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ട് ഗൾഫ് രാജ്യങ്ങളിലെ മികച്ച ജീവിത സാഹചര്യങ്ങൾ, കർശനമായ നിയമപാലനം, സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണന എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ലോകോത്തര കേന്ദ്രങ്ങളായി ഈ നഗരങ്ങൾ മാറിയെന്ന് ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് eMalayali. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അലാസ്ക ഉച്ചകോടിയിൽ ധാരണയായില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കി. എന്നാൽ ഉച്ചകോടി വമ്പിച്ച വിജയമാണെന്നും 10-ൽ 10 മാർക്കും നൽകുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. പല കാര്യങ്ങളിലും യോജിപ്പുണ്ടായി, പക്ഷേ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയോടും യൂറോപ്യൻ നേതാക്കളോടും സംസാരിക്കുമെന്നും വൈറ്റ് ഹൗസിലേക്ക് മടങ്ങും മുൻപ് ട്രംപ് അറിയിച്ചു. 3 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എന്നിവരും പങ്കെടുത്തു. പിന്നീട് നടന്ന പത്രസമ്മേളനത്തിൽ ആതിഥേയൻ സംസാരിക്കുക എന്ന പ്രോട്ടോകോൾ ലംഘിച്ച് പുടിനാണ് ആദ്യം സംസാരിച്ചത്. യുക്രൈൻ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. സമാധാനത്തിലേക്കുള്ള വഴി തെളിയിക്കാൻ ഞങ്ങൾ തമ്മിൽ ധാരണയായി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പുടിൻ റഷ്യൻ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. ട്രംപ് 2 മീറ്റർ അകലെ നിശബ്ദനായി നിന്നു. നേരിട്ടുള്ള ഈ ചർച്ച ആവശ്യമായിരുന്നു. 2018-ന് ശേഷം ട്രംപുമായി ആദ്യത്തെ ചർച്ച നടത്തിയ പുടിൻ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു കൂടിക്കാഴ്ചയുണ്ടായി. റഷ്യയുടെ ആശങ്കകൾക്കുള്ള അടിസ്ഥാന കാരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ധാരണ സാധ്യമാവൂ. സെലൻസ്കിയെ നീക്കം ചെയ്യണമെന്നതുൾപ്പെടെയുള്ള പുടിൻ്റെ ആവശ്യങ്ങൾ യുക്രൈനും യൂറോപ്പും പണ്ടേ തള്ളിയതാണ്. യുക്രൈൻ ഭൂമി വിട്ടുകൊടുക്കണമെന്ന ആവശ്യവും സ്വീകാര്യമല്ല. എന്നാൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ലായിരുന്നുവെന്നും പുടിൻ പറഞ്ഞു. ജോ ബൈഡന്റെ കാലത്താണ് യുദ്ധം ആരംഭിച്ചത്. അടുത്ത തവണ മോസ്കോയിൽ കാണാം, പുടിൻ പറഞ്ഞു. ട്രംപ് പ്രതികരിച്ചു, അത് സാധ്യമാണ്. ഗ്രേറ്റ്. ചർച്ചയിൽ അന്തിമ ധാരണകൾ ഉണ്ടായില്ലെന്ന് ട്രംപ് സമ്മതിച്ചു. എന്നാൽ പുരോഗതി ഉണ്ടായി. ഡീൽ ഉണ്ടാവുന്നതുവരെ ഡീലില്ല, അദ്ദേഹം സമ്മതിച്ചു. പുടിൻ സ്വന്തം നിലപാടുകളിൽ നിന്ന് മാറിയിട്ടില്ലെന്നത് വ്യക്തമായിരുന്നു. സാമ്പത്തിക സഹകരണത്തിൽ അദ്ദേഹം ഊന്നി. അലാസ്ക ചർച്ചയിലുണ്ടായ പ്രാരംഭ പുരോഗതി അട്ടിമറിക്കാൻ ശ്രമമുണ്ടോ എന്ന് അദ്ദേഹം യൂറോപ്പിന് താക്കീത് നൽകുകയും ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം ട്രംപും പുടിനും വീണ്ടും സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ന്യൂസ് ഡെസ്ക് eMalayali. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിലെ ചഷോദി ഗ്രാമത്തിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം 60-ആയി. 100-ലേറെ പേരെ കാണാതായെന്നും വിവരം. പ്രദേശത്ത് സൈന്യവും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകട സമയത്ത് പ്രദേശത്ത് 1000-ലധികം ആളുകളുണ്ടായിരുന്നുവെന്നാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെ ചഷോദി ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ചെളിയിലും മണ്ണിലും മറ്റ് അവശിഷ്ടങ്ങളിലും കുടുങ്ങിക്കിടന്ന 167 പേരെ ഇന്നലെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഇവരിൽ 38 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഹിമാലയത്തിലെ മാതാ ചാന്ദിനിയിലേക്ക് വാഹനമെത്തുന്ന അവസാനത്തെ ഗ്രാമമാണ് ചഷോദി. ഇവിടെ നിന്ന് മച്ചായിൽ മാതായാത്ര ആരംഭിക്കും.
മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാ വർഷവും നടത്തുന്ന യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. കഴിഞ്ഞ മാസം കാൽഗറി നഗരമധ്യത്തിൽ കവർച്ചയ്ക്കിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ വംശജൻ മരിച്ചു. 37-കാരൻ ഗുർദീപ് സിംഗ് മുണ്ടിയാണ് മരിച്ചത്. ജൂലൈ 24 രാത്രി 8:30 ഡെൽമോണ്ട് ബാൾഡ്വിൻ വേ സൗത്ത് ഈസ്റ്റ് 0200 ബ്ലോക്കിലെ ഡ്രോപ്പ് ഇൻ സെന്ററിൽ കുത്തേറ്റ 37 വയസ്സുള്ള ഗുർദീപ് സിംഗ് മുണ്ടിയാണ് മരിച്ചത്. കവർച്ചാ ശ്രമത്തിനിടെയാണ് ഗുർദീപ് സിംഗ് മുണ്ടിക്ക് കുത്തേറ്റതെന്നും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് ഇയാൾ മരിച്ചതെന്നും കാൽഗറി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീൽ ഹെൻഡേഴ്സൺ, ഡൊണോവൻ കോളിൻസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവർക്കുമെതിരെ ആക്രമണം, കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവരോ CCTV അല്ലെങ്കിൽ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ കൈവശമുള്ളവരോ 4032661234 എന്ന നമ്പറിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണമെന്ന് കാൽഗറി പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഖാലിസ്ഥാൻ അനുകൂലികൾ തടസ്സപ്പെടുത്തി. മെൽബണിലെ കോൺസുലേറ്റ് ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിലാണ് ഖാലിസ്ഥാൻ പതാകകളുമായി എത്തിയവർ തടയുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതെന്ന് ദ ഓസ്ട്രേലിയ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷിക്കുന്നതിനായി ഇന്ത്യൻ പൗരന്മാർ കോൺസുലേറ്റിന് പുറത്ത് തടിച്ചുകൂടിയപ്പോഴാണ് സംഭവം. വിഘടനവാദി സംഘം സ്ഥലത്തെത്തി പരിപാടി തടസ്സപ്പെടുത്തുകയും ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് ഇടപെടുകയും വിഷയം പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഓസ്ട്രേലിയയിൽ ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമാണ്. പ്രചരിക്കുന്ന വീഡിയോയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതിന്റെയും ഉന്തും തള്ളുമുണ്ടാകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം തടയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൗണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.